ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എൻ്റെ പൈലറ്റ് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് ഈ വീഡിയോ കാണുമ്പോൾ രണ്ടും തമ്മിലൊരു ബന്ധമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഏവിയേഷൻ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ ഡിപ്പെൻഡ് ചെയ്ത ഒരു സോഴ്സ് ആയിരുന്നു ഈ ക്രാഫ്റ്റ് വർക്ക്. പക്ഷെ ഞാനിപ്പോൾ ആ ഫീൽഡിലേക്ക് പോയിട്ട് കുറേ നാളായി. എന്നാൽ ഇത് എൻ്റെ ഒരു ബ്രദറിൻ്റെ എൻഗേജ്മെന്റ് വന്നപ്പോൾ ഒരു കുട്ടി സേവ് ദ ഡേറ്റ് ഒക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിതിന് തീരെ പ്രിപ്പയർ അല്ല. ഞാനിങ്ങനെ ഓട്ടോയിലിരിക്കുമ്പോൾ ഒരു വ്ളോഗ് എടുത്താലോ എന്ന് ആലോചിച്ചിട്ട് എടുക്കുന്ന വീഡിയോ. അതുകൊണ്ട് തന്നെ ഇതിൽ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്ഷൻ പ്രതീക്ഷിക്കേണ്ട. എന്തായാലും ഒരു വൈക്ക് പോവല്ലേ, ചെറിയൊരാൾ സഹായത്തിന് ഞാൻ രണ്ടാൾക്കാർ കൂടി കൂട്ടിയിട്ടുണ്ട്. ഒരു ബീച്ച് സൈഡ് സേവ് ദ ഡേറ്റ് ഒക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൻ്റെ കുറച്ച് അരിയത്തുള്ള ഒരു പ്ലേസാണ് ഞാൻ ഇതിനു വേണ്ടി ചൂസ് ചെയ്തത്. ഈ സേവ് ദ ഡേറ്റ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അധികം ആളും തിരക്കും ഇല്ലാത്തൊരു ബീച്ച് സൈഡ് അല്ലെങ്കിൽ ഏരിയ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഏത് ഫ്രെയിം എടുത്താലും അതിൽ ആൾക്കാർ നടക്കുന്നതും ഓടുന്നതൊക്കെ കാണാം. ഈ ഒരു ബീച്ച് സൈഡ് എന്ന് പറയുന്നത് അധികം ആൾക്കാർ അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലം. അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്രഷ് ഫ്ലവർ ആണ് കേട്ടോ. ഞാനധികവും ബീച്ച് സൈഡ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് ഫ്ലവർ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. കാരണം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചാൽ ഞാൻ വിചാരിക്കുന്ന അത്ര പെർഫെക്ഷൻ എനിക്ക് പലപ്പോഴും കിട്ടാറില്ല. ആദ്യം കുറച്ച് പ്ലെയിൻ വീഡിയോസ് എടുത്ത്, അതായത് കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാണ്ട് ഈ സേവ് ദ ഡേറ്റും പിന്നെ നമ്മളെ സീനറിയും പിന്നെ കാർഡ്സും മാത്രമാക്കിയിട്ട്, സേവ് ദ ഡേറ്റ് അല്ല, ഈ ഫ്ലവേഴ്സും പിന്നെ നമ്മളെ കാർഡും പിന്നെ ഈ സീനറിയും വെച്ചിട്ട് മാത്രമായിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡിലുള്ള ആൾക്കാർക്ക് അറിയാം, നല്ല കുറച്ച് ഷോർട്സ് കിട്ടുമ്പോൾ മനസ്സിനുണ്ടാകുന്നൊരു സമാധാനമുണ്ട്. പക്ഷേ ഇതെല്ലാം ഇരുന്ന് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ അതിൽ കൂടുതൽ സമാധാനക്കേടാറുണ്ട്. എഡിറ്റിംഗ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വീഡിയോസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും ഇരുന്ന് എഡിറ്റ് ചെയ്ത് അങ്ങനെ എത്ര ടൈം അതിൽ തന്നെ വേസ്റ്റ് ചെയ്യുന്നറിയോ. അപ്പോൾ എൻ്റെ കൂടെ വന്ന രണ്ടാൾക്കാർ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ബീച്ചിൽ എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മതി, കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിയിട്ട് വന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി പരിപാടി മൊത്തം അവരാണ് ചെയ്തത്. നമ്മൾ മനസ്സിലൊരു ഷോട്ട് ഉണ്ടാവല്ലോ, അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഷോട്ട് ഞാനിങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഈ സൺസെറ്റ് കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് അതേ രീതിയിൽ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ആ ഷോട്ട്സ് കാണാൻ. ആൻഡ് ഈ മിറർ കണ്ടോ, ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന ടൈമിൽ ബ്രദറിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. കാരണം ഈ സൺസെറ്റ് എനിക്ക് കരയിൽ കിട്ടില്ലല്ലോ. അപ്പോൾ ഒരു മിറർ വെച്ചാൽ എനിക്കതിൻ്റെ റിഫ്ലക്ഷൻ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഈ 2, 3, 4 സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ഷോർട്സ് എടുത്തത്. പിന്നെ ടൈം ലേറ്റ് ആകുന്നതനുസരിച്ചിട്ട് കുട്ടികൾ കളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 2 ഫ്രണ്ട്സിനെയും കൂടിയിട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഇതെന്തിനാ മിറർ, ഇതെന്തിനാ കാർഡ്സ്, ഇതെന്തിനാ ഫ്ലവേഴ്സ്, ആ രീതിയിൽ ആദ്യം അവരിങ്ങനെ എന്നെ അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ടൈം ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാനിതിവിടെ നിർത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് വീട്ടിൽ പോക്കുണ്ടാവില്ല, കാരണം അത്രയും ലേറ്റായി. ഈ പരിപാടിക്ക് ചെയ്യാനുള്ള മെയിൻ കുഴപ്പം ഇത്, സ്റ്റോറേജ് കൊള്ളാവുന്നതും ടൈം പോകുന്നതും ഞാൻ അറിയേയില്ല. ഇത്രയും സമയം ഫോണിൽ തന്നെ നോക്കി ജസ്റ്റ് ഒന്ന് തലവന്തിച്ചപ്പോഴാണ് കാണുന്നത്. എന്ത് രസമായി സൺസെറ്റ് കാണാൻ. അവിടുന്ന് കളിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ കൊത്തിയാവുക. ആ സ്ഥാനത്ത് 3-4 ഗേൾസാണ് കളിക്കുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് ഏകദേശം ടൈമായിട്ടുണ്ട്. ആ പോക്ക് വെറും പോക്കല്ല കേട്ടാ, എന്നെ നല്ലോണം പ്രാകുന്നുണ്ട്. ലാസ്റ്റ് ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടപ്പോൾ എന്നോട് ചോദിക്കുക, ഐസ്ക്രീം വണ്ടി കണ്ടപ്പോൾ എന്നോട് ചോദിക്കുക, റുഫി ഒരു ഐസ്ക്രീം എങ്കിലും. പിന്നെ പാവല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ 2 ഐസ്ക്രീമും കൂടി വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ എന്തായാലും ലേറ്റായി. ഒരു ഐസ്ക്രീം കഴിക്കുന്നല്ലേ, കുറച്ച് വൈബ് ഒഴിച്ച് കഴിക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് സമയം അവിടെയും കളഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയിട്ട് ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ. അത് ആലോചിക്കുമ്പോൾ എന്തായാലും ഫൈനൽ വീഡിയോ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ ഞാൻ ഏത് കണ്ടൻ്റായിട്ടാണ് വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.